നിങ്ങൾ ആഗ്രഹിക്കും പോലെ ഡോക്ടറോ എഞ്ചിനീയറോ ആവാൻ മക്കളെ ഓക്സ്ഫോർഡിലേക്ക് പറഞ്ഞയച്ചോളി. കുട്ടികളുടെ വിജയത്തിൽ രക്ഷിതാക്കളുടെ ഒരേയൊരു വിശ്വാസം ഓക്സ്ഫോർഡ്. ഇനി ട്യൂഷൻ സെന്ററുകൾ തേടിയുള്ള അലച്ചിൽ നിർത്താം. ബുക്ക് യുവർ സീറ്റ്സ്. ഓക്സ്ഫോർഡ് ഈറ്റ്സ് യുവേഴ്സ്. ഹലോ മക്കളെ, എല്ലാവർക്കും നിങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനോഫ്. എടാ മക്കളെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഫ്രേസൽ വെർബാണ്. ഫ്രേസൽ വെർബ് എന്ന് പറയുമ്പോൾ തന്നെ ചില മക്കൾക്ക് ഭയങ്കര പേടിയാണ്. 9ാം ക്ലാസ്സിലായാലും 10ാം ക്ലാസ്സിലായാലും നമുക്ക് 4 മാർക്കിന് ഗ്രാമറിന്റെ സെക്ഷനിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫ്രേസൽ വെർബ്. സംഭവം വളരെ സിമ്പിൾ ആണ്. ഇത് അവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കുറെ ഫ്രേസൽ വെർബുകൾ കാണാം. ഉദാഹരണത്തിന് ടേൺ അപ്പ് അല്ലെ. ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം തിരിയ എന്നാണ് അല്ലെ. അപ്പ് എന്ന് പറഞ്ഞാൽ മേലോട്ട് അല്ലെ. ടേൺ എന്നുള്ളത് ഒരു വെർബാണ്, അപ്പ് എന്നുള്ള ഒരു പ്രിപ്പോസിഷൻ ആണ്. അപ്പം പിന്നെ ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ മേലോട്ട് തിരിയാന്നാണ് അല്ലെ എന്നൊക്കെ നമുക്ക് തോന്നും. എന്നാ പിന്നെ അങ്ങനെ അല്ല കേട്ടോ മക്കളെ. ഇത് സംഭവം ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ അപ്പിയർ, പ്രത്യക്ഷപ്പെടുക എന്നാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും അതെന്താ അങ്ങനെ അല്ലെ. ഉദാഹരണത്തിന് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവാന്നല്ലേ, എന്നാൽ ഓൺ എന്ന് പറഞ്ഞാൽ മേലെ എന്നല്ലേ. അപ്പൊ ഗോ ഓൺ എന്ന് പറഞ്ഞാൽ മേലോട്ട് പോകുന്ന, മേലോട്ട് പോകാനും താഴോട്ട് പോകാനെന്നല്ല. ഗോ ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ, തുടരുക എന്നാണ്. അപ്പൊ ഇതാണ് ഒരു ഫ്രേസൽ വെർബിന്റെ ഒരു കുഴപ്പം. ഫ്രേസൽ വെർബിന് വെർബിനൊരു മീനിങ് ആയിരിക്കും, അതേപോലെ അതിന്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷന് വേറൊരു മീനിങ് ആയിരിക്കും. ഇവന്മാർ രണ്ടുപേരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നായ്ക്കുർക്ക് എന്നൊക്കെ പറഞ്ഞ മാതിരി വേറെ മീനിങ് ആയിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ മക്കളെ ഈ ഫ്രേസൽ വെർബിന്റെ മീനിങ് നമ്മൾ വെർബുകളുടെ മീനിങ് പഠിക്കുന്ന പോലെ കാണാതെ പഠിച്ചാലേ പറ്റുള്ളൂ. അപ്പൊ മക്കളെ ഹബീബി, നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മാക്സിമം ഫ്രേസൽ വെർബുകൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണത്. അപ്പൊ ഈ വീഡിയോയുടെ നോട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ അങ്ങോട്ട് പോയാൽ മതി. ഈ ഒരു നോട്ടുകൾ മൊത്തം, ഇതിലെ വർക്ക്ഷീറ്റുകളും നോട്ടുകളും ഒക്കെ നമ്മൾ ഈ വെബ്സൈറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഏതായാലും നിങ്ങൾക്ക് ഫ്രേസൽ വെർബിന് എങ്ങനെ ആൻസർ ചെയ്താന്നുള്ള 1-2 വർക്ക്ഷീറ്റുകൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യും. ബാക്കി നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുക. ഇതിൽ 8ഓളം വർക്ക്ഷീറ്റുകൾ ഉണ്ട്. അത് ചെയ്ത് പഠിച്ചാൽ തന്നെ മക്കൾക്ക് ഫ്രേസൽ വെർബിലെ 4 മാർക്ക് മിസ്സാവില്ല. ഓക്കെ, ഷുവർ ആണ്. അപ്പം മിസ് ചെയ്യണ്ട. വീഡിയോ നന്നായിട്ട് കാണാം, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും കിട്ടണ്ട മാർക്ക്. ഓക്കെ, അപ്പൊ മക്കളെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ഇതാ ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് വരിക അല്ലെ. എന്നിട്ട് ബ്രാക്കറ്റിൽ നമുക്ക് ഏതൊക്കെ ഫ്രേസൽ വെർബാണ് വേണ്ടതെന്നുള്ളത് തരും. പണ്ടൊക്കെ ആണെങ്കിൽ 4 മാർക്കിന് 4 ഫ്രേസൽ വെർബുകളാണ് തരിക. ഇപ്പൊ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ 5 വരെ തരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചുമ്മാ കറക്കി കുത്തിയാലൊന്നും ചിലപ്പോൾ ശരിയായിക്കൊള്ളണം എന്നില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് മക്കളെ നമുക്ക് ഇതിന്റെ ആൻസർ ഒന്ന് നോക്കാം. അർത്ഥം പഠിച്ചാൽ ഫുൾ മാർക്ക് ഈസി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു ഫ്രേസൽ വെർബ് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു പാരഗ്രാഫ് തരും. പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട പാരഗ്രാഫ് ആയിരിക്കും കൂടുതലും വരിക കേട്ടോ. സോ നമുക്ക് അതേപോലെ തന്നെ ബ്രാക്കറ്റിൽ എന്ത് ചെയ്യും, ഫ്രേസൽ വെർബുകളുടെ ലിസ്റ്റും തരും. ഇതിന്റെ ഉള്ളിൽ നിന്ന് വേണം നമ്മൾ ആൻസർ കണ്ടെത്താൻ. അതേപോലെ ഓരോ ഡാഷിലോടത്ത് ഇങ്ങനെ എ, അതേപോലെ തന്നെ എവിടെ പോയി ഇതാ ബി, പിന്നെ സി, ഡി, ഇങ്ങനെ നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ടാണ് ഡാഷ് തന്നിട്ടുണ്ടാവുക. നിങ്ങൾ ആൻസർ ചെയ്തുമ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിച്ചോളി. നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ മാർജിൻ ഉണ്ടെങ്കിൽ, ഇതിപ്പോ ഒരു 30ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 30 എന്ന് നമ്പർ ഇട്ടിട്ട് നമ്മൾ കറക്റ്റ് ഓർഡറിന് എ, ബി, സി, ഡി ഇങ്ങനെ തന്നെ എഴുതണം. അല്ലാതെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് എ, ബി, സി, ഡി എഴുതരുതിട്ട് മക്കളെ, ഉള്ളിൽ തന്നെ എഴുതണം. അതേപോലെ തന്നെ ആദ്യം എ എഴുതി, പിന്നെ ഡി എഴുതി, പിന്നെ സി എഴുതി, പിന്നെ ബി എഴുതി, അങ്ങനെ ഓർഡർ തെറ്റിച്ച് എഴുതരുത്. കറക്റ്റ് ഓർഡറിൽ എഴുതണം. പിന്നെ ഉത്തരം ഒന്ന് എ ഇവിടെ എഴുതി, പിന്നെ ബി വേറെ പേജ് ചെയ്താ അങ്ങനത്തെ പരിപാടിയും ചെയ്യരുത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ അത് ശ്രദ്ധിക്കലുണ്ടോ മക്കളെ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമുക്ക് തന്നിട്ടുള്ള ഫ്രേസൽ വെർബുകളുടെ മീനിങ് നോക്കുക എന്നുള്ള. അപ്പൊ മിക്കവാറും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇതിലുള്ള ഫ്രേസൽ വെർബുകളൊക്കെ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ ഫ്രേസൽ വെർബുകളും മക്കൾ പഠിച്ചാൽ എന്തായാലും ഇതിനുള്ളിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ളൂ. കാരണം നമ്മുടെ പാഠഭാഗവുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ഫ്രേസൽ വെർബുകളും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിന് പുറത്തുനിന്ന് വരാനുള്ള സാധ്യത വളരെ വിരളമായിരിക്കും. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്ന നാളെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന, അല്ലെങ്കിൽ അടുത്ത ദിവസം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഫ്രേസൽ വെർബുകളിൽ എങ്ങനെ പോയാലും നിങ്ങൾക്ക് 2-3 എണ്ണം പറയാൻ കഴിയും ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ചിലപ്പോൾ ഫുള്ള് വരും. അപ്പൊ നമുക്ക് ഈ തന്നിട്ടുള്ള ഫ്രേസൽ വെർബുകളുടെ മീനിങ് നോക്കുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. മക്കളെ, നമുക്ക് ആദ്യം തന്നിട്ടുള്ള ഫ്രേസൽ വെർബാണ് ബ്രിങ് അപ്പ്. ബ്രിങ് അപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളെ വളർത്തിയെടുക്കുക, നമ്മൾ നോക്കി പരിപാലിക്കുക എന്നൊക്കെ പറയില്ലേ, നമ്മൾ ലുക്ക് ആഫ്റ്റർ എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു മീനിങ് ആണ് ബ്രിങ് അപ്പ്. ഓക്കെ, അതല്ലെങ്കിൽ പുതിയൊരു ആശയം കൊണ്ടുവരുന്നതിന് നമുക്ക് ബ്രിങ് അപ്പ് എന്ന് പറയാം. ബ്രിങ് അപ്പ് എ ഡിസിഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. പിന്നെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ടു എസ്റ്റാബ്ലിഷ്, സ്ഥാപിച്ചെടുക്കുക എന്നൊക്കെ. പുതുതായി എന്തെങ്കിലും നമുക്ക് ഒരു മേക്ക് ചെയ്യുക, പുതിയ ഇൻവെന്റ് ചെയ്യുക, അങ്ങനെ സ്ഥാപിക്കുന്നതിനൊക്കെയാണ് സെറ്റപ്പ് എന്ന് പറയാം. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ അബേണ്ടൻ, ഉപേക്ഷിക്കുക, ഒരു കാര്യം നമ്മൾ വേണ്ടെന്ന് വെക്കുക അല്ലെ. പിന്നെ ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ അപ്പിയർ, പ്രത്യക്ഷപ്പെടുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇൻവെന്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് കണ്ടുപിടിക്കുക. അതായത് ശ്രദ്ധിക്കണം, ഈ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ്, സ്ഥാപിക്കുന്നതിനാണ്. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പുതുതായി കണ്ടുപിടിക്കുന്നതിനാണ് കേട്ടോ, ഇൻവെന്റ് ചെയ്യുന്നതിനാണെന്ന് മനസ്സിലാക്കുക.
അപ്പം ഇങ്ങനെ ഓരോന്നിന്റെയും കൃത്യമായിട്ട് അർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ പരിപാടി എന്താ വെച്ചാൽ തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിക്കാം. നിങ്ങൾക്ക് പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് അർത്ഥം കണ്ടുപിടിക്കാൻ വലിയ പ്രയാസം ഒന്നും ഉണ്ടാവില്ല. സോ നമുക്കൊന്ന് വായിക്കാം. എ ലാർജ് നമ്പർ ഓഫ് ക്യൂരിയസ് ഓൺലുക്കേഴ്സ് എന്ന് പറഞ്ഞ കാഴ്ചക്കാർ അല്ലെ. അപ്പൊ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ആകാംക്ഷാജനകരായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്തു? ഡാഷ് അറ്റ് പെലായോസ് ഹൗസ് ടു ക്യാച്ച് എ ഗ്ലിംസ് ഓഫ് ദ മിസ്റ്റീരിയസ് ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ്. ആ ചിറകുകൾ, വലിയ ചിറകുകളുള്ള ഓൾഡ് മാനെ കാണുന്നതിനായിട്ട്, അതിങ്ങനെ എ ഗ്ലിംസ്, ഒരു നോട്ടം അല്ലെ, ഒരു നോട്ടം കാണാനായിട്ട് പലായുടെ വീട്ടിലേക്ക് ഒരു കൂട്ടം കാഴ്ചക്കാര് എന്ത് ചെയ്തു? എത്തി എന്നല്ലേ നമ്മൾ പറയേണ്ടത്. അപ്പൊ എത്തി എന്നുള്ളതിനും പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതിനൊക്കെ ഏതാ അവിടെ നല്ലത്? ടേണപ്പ്. അപ്പം തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ഇതിന് നേരെ താഴെ ആൻസർ കീ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കാണിച്ചു തരാം, ശ്രദ്ധിക്കുക. ആൻസർ കീ നേരെ താഴെ ഇവിടെ കാണാം. ടേണപ്പാണ് ഫസ്റ്റത്തെ ഉത്തരം അല്ലെ. അതിന്റെ അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടു അറൈവ് അല്ലെങ്കിൽ അപ്പിയർ, എത്തിച്ചേരുക അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുക. ഇനി അടുത്ത, അപ്പൊ നിങ്ങൾക്ക് എല്ലാത്തിനും ഇവിടെ മീനിങ് ഉണ്ട് കേട്ടോ നമ്മുടെ ഫ്രേസ് വെർബുകൾക്കൊക്കെ. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്. ഇതിനടുത്തത് നോക്ക്, ദ നെയ്ബേഴ്സ് വുഡ് ഓഫൺ, അതായത് ഈ അയൽക്കാരൊക്കെ പലപ്പോഴും ഡാഷ് സ്റ്റോറീസ് അബൌട്ട് ഹിം ടു അമ്യൂസ് ദംസെൽഫ്, അവർക്ക് സ്വയം അമ്യൂസ് ചെയ്യാൻ, സന്തോഷിക്കാൻ, രസിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏഞ്ചലിനെ കുറിച്ചിട്ട് ഇങ്ങനെ പല പല കഥകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന്. അപ്പൊ നമുക്ക് ഇവിടെ കാണാം, കണ്ടുപിടിക്കുക, ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിന് ഏതാണ്? ടു ഇൻവെന്റ് എന്ന അർത്ഥം വരുന്നതിന് മേക്കപ്പ് ആണ്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ആൻസർ ഏതാ? മേക്കപ്പ്. ഇനി മൂന്നാമത്തെ എന്താ മക്കളെ? മൂന്നാമത്തെ നമുക്ക് വായിച്ചു നോക്കാം. ഇവൻച്വലി, അതായത് ആത്യന്തികമായിട്ട് പെലായോ ഡാഷ് എ റാബിറ്റ് വേരൻ ടു ബ്രീഡ് റാബിറ്റ്സ് ഫോർ പ്രോഫിറ്റ്, ലാഭത്തിന് വേണ്ടിയിട്ട് മുയലുകളെ വളർത്തിയിട്ട് വലുതാക്കുന്നതിന്, അതിനെ പ്രസവിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരു റാബിറ്റ് വേരൻ, ഒരു മുയലിന്റെ ആ ഒരു പ്രജനന കേന്ദ്രം ആര് തുടങ്ങിയെന്ന് പറഞ്ഞത്? പെലായോ സ്ഥാപിച്ചു എന്നുള്ളതിന് ഏതാ? സെറ്റപ്പ് അല്ലെ. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ഉത്തരം ഏതാ വരുന്നത്? സെറ്റപ്പ് അല്ലെ. ഇനി നാലാമത്തെ നോക്ക്, ആസ് ഹിസ് വെൽത്ത് ഗ്രീവ്, അദ്ദേഹത്തിന്റെ സമ്പാദ്യം ഇങ്ങനെ കൂടി വന്നപ്പോൾ ഹി ഡിസൈഡഡ് ടു, അയാൾ തീരുമാനിച്ചു എന്തോ ചെയ്യാൻ. എന്ത്? ഹിസ് ജോബ്, അയാളുടെ ജോലി എന്തോ ചെയ്യാൻ തീരുമാനിച്ചു. എങ്ങനെ? ആസ് എ ബെയിലിഫ് ഫോർ ഗുഡ് അല്ലെ. അയാളുടെ ബെയിലിഫ് എന്നൊരു ജോലി, അതായത് ഒരു പാറാവുകാരനെ പോലുള്ള ജോലിയാണ് ഇയാൾ ചെയ്തത്, ഒരു ജയിലറെ പോലുള്ള ഒരു ജോലി. ആ ജോലി അയാൾ അത്യാവശ്യം പൈസ ഒക്കെ വരാൻ തുടങ്ങിയപ്പോൾ അയാളുടെ ജോലി അയാൾ എന്തിനു തീരുമാനിച്ചു? ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഉപേക്ഷിക്കാന്നുള്ളതിന് ഏതാ അവിടെ? ഗിവ് അപ്പ്. അപ്പൊ അർത്ഥം കിട്ടിയപ്പം പെട്ടെന്ന് കിട്ടിയല്ലേ മക്കളെ. ഇത് തന്നെയാണ് ഫ്രേസൽ വെർബിന്റെ പരിപാടി, അല്ലാതെ വേറെ വലിയ ഗ്രാമർ ഒന്നുമില്ല. അർത്ഥം പഠിക്കുക എന്നുള്ളതാണ് ഒരേ ഒരു ഓപ്ഷൻ. അപ്പൊ മക്കള് അർത്ഥം പഠിക്കുക, അല്ലാതെ കറക്കി കുത്താനോ നിൽക്കരുത് കേട്ടോ. ഓക്കെ, ഈ തന്നിരിക്കുന്ന ഫ്രേസൽ വെർബുകളുടെ മീനിങ് പഠിച്ചിട്ട് ഇങ്ങനെ വെച്ച് നോക്കിയാൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മീനിങ് കിട്ടും. അതായിരിക്കും ശരി. ഇനി ഒരൊറ്റ വർക്കൗട്ടും കൂടി തരാം, പിന്നെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ കുറച്ച് നിങ്ങൾക്ക് പുറത്തുനിന്നുള്ളതാണ്, നമ്മുടെ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫ്രേസൽ വെർബാണ്. അങ്ങനെ നമുക്ക് ഫ്രേസൽ വെർബുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇവിടെ വർക്കൗട്ട് എന്നൊരു ഫ്രേസൽ വെർബ് ആണ്. വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാൻ ഒക്കെ ഡെവലപ്പ് ചെയ്യുക, പുതുതായിട്ട് എന്തെങ്കിലും. ഞാൻ ഇന്ന കാര്യം വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ പറയില്ലേ. അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്ലാനുകളൊക്കെ, പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നതിനൊക്കെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുക എന്ന് പറയാം. മേക്കൗട്ട് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് എന്ന് സിമ്പിൾ ആയിട്ട് പറയാം. പക്ഷെ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് മനസ്സിലാക്കാന്, അതല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തമായിട്ട് കണ്ട് അല്ലെങ്കിൽ വ്യക്തമായിട്ട് കാണുക, കേൾക്കുക, ഇങ്ങനെയൊക്കെ പറയുന്നതിനാണ് നമ്മൾ മേക്കൗട്ട് എന്ന വാക്ക് ഉപയോഗിക്കുക. ഇപ്പൊ അവൻ പറയുന്നത് എനിക്ക് മേക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അതെനിക്ക് മേക്കൗട്ട്, ആ സാധനം എനിക്ക് മേക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇങ്ങനെ പറയില്ല. അപ്പം നമുക്ക് കാണാനും കേൾക്കാനൊക്കെ വ്യക്തമായിട്ട് കഴിയുക എന്നുള്ള രീതിയിലാണ് കേട്ടോ. റൺഔട്ട് എന്ന് പറഞ്ഞാൽ തീർന്നു പോവാന്നൊക്കെ പറയും. ഇപ്പൊ പെട്രോൾ റൺഔട്ട് ആണ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പറയില്ലേ. പിന്നെ ക്രിക്കറ്റിലുണ്ടല്ലോ റൺഔട്ട്. എന്തായാലും ഒരു സാധനത്തിന്റെ സ്റ്റോക്ക് തീർന്നു പോകുക, അങ്ങനെയൊക്കെ പറഞ്ഞാലാണ് റൺഔട്ട് എന്ന് പറയാം. ഇനി ടേൺ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തെളിയുക അല്ലെങ്കിൽ തെളിയിക്കുക, ഓക്കെ, അങ്ങനെ പ്രൂവ് ചെയ്യാന്നൊക്കെ പറയില്ലേ, അതിനാണ് നമ്മൾ ടേൺ ഔട്ട് ചെയ്യാന്ന് പറയാം. പിന്നെ സെറ്റ് ഔട്ട് പിന്നെ എല്ലാവർക്കും വരെ യാത്ര തിരിക്കുക. അതേപോലെ തന്നെ ഫിഗർ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ മേക്ക് ഔട്ടിനേക്കാൾ കുറച്ചുകൂടി എക്സ്പെൻഡഡ് ആണ്. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ, ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക, അല്ലെങ്കിൽ ആ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ മനസ്സിലാക്കി എടുക്കുക. ഇതിനൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഫിഗർ ഔട്ട് ചെയ്യാറ്. ഈ പ്രശ്നം ഞാൻ ഫിഗർ ഔട്ട് ചെയ്തെടുത്തു എന്നൊക്കെ പറയും അല്ലെ. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മൾ മീനിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈസി ആയിട്ട് ഉത്തരം കിട്ടും. സോ നോക്ക്, ഇൻ തിരുനെല്ലിയിൽ, അതായത് വയനാട്ടിലൊരു സ്ഥലമാണ് തിരുനെല്ലി അല്ലെ. എ ഗ്രൂപ്പ് ഓഫ് 10 ട്രൈബൽ വുമൺ, അപ്പം 10 ട്രൈബൽ വുമന്റെ ഒരു കൂട്ടം, അതായത് നമ്മളെ ആദിവാസികളായിട്ടുള്ള ഗോത്രവർഗക്കാരായിട്ടുള്ള സ്ത്രീകളുടെ ഒരു കൂട്ടം എന്ത് ചെയ്തു? ഡാഷ് ഓൺ എ മിഷൻ ടു പ്രിസർവ് ട്രഡീഷണൽ വെറൈറ്റീസ് ഓഫ് ട്യൂബർ ക്രോപ്സ് അല്ലെ. അതായത് വിളകളുടെ ട്യൂബർ ക്രോപ്സ്, നമ്മൾ ഈ വിളകളുണ്ടല്ലോ, നമ്മൾ എന്താ പറയാ, ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ, ആ കിഴങ്ങ് വർഗ്ഗങ്ങളിൽപ്പെട്ട വെറൈറ്റികളായിട്ടുള്ള ട്രഡീഷണൽ പാരമ്പര്യമായിട്ടുള്ള വിളകളുടെ ഒരു സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മിഷന് വേണ്ടിയിട്ട് 10 സ്ത്രീകൾ, പ്രവർഗ വനിതകൾ പുറപ്പെട്ടു എന്നുള്ളതിന് ഏതാ പറയാ? സെറ്റ് ഔട്ട്. അപ്പൊ ആദ്യം ഇവിടെ ഏതാ വരിക? സെറ്റ് ഔട്ട്. ഈ സെന്റൻസ് നോക്കടാ. ഇൻ ആൻ ഇന്ററാക്ഷൻ വിത്ത് ചിൽഡ്രൻ, കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ദേ ഡാഷ് ദാറ്റ്, അവരെന്തോ തിരിച്ചറിഞ്ഞു. എന്ത്?
ദ ന്യൂ ജനറേഷൻ ന്യൂ നത്തിങ് അബൌട്ട് ദ റിച്ച് ട്രഡീഷൻ ഓഫ് ന്യൂട്രീഷൻ ട്യൂബേഴ്സ്. നല്ല ന്യൂട്രീഷൻ ഉള്ള ഇത്തരത്തിലുള്ള ട്യൂബേഴ്സിനെ കുറിച്ച് ന്യൂ ജനറേഷന് ഒരു ഐഡിയ ഇല്ല എന്ന് ഇവർ തിരിച്ചറിഞ്ഞു എന്നുള്ളതിന് അവർ പ്രശ്നം തിരിച്ചറിഞ്ഞു എന്നുള്ളതിന് ഫിഗർ ഔട്ട് അല്ലെ, അവർ മനസ്സിലാക്കി എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ ഫിഗർ ഔട്ട് ആണ് ഏറ്റവും സ്യൂട്ടബിൾ അല്ലെ. വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദ കുടുംബശ്രീ മിഷൻ, കുടുംബശ്രീ മിഷന്റെ സഹായത്തോട് കൂടിയിട്ട് ദേ സക്സസ്ഫുള്ളി അവർ വിജയകരമായി ഡാഷ് എ പ്ലാൻ, ഒരു പ്ലാൻ അവർ തയ്യാറാക്കി എന്നാണ് വരുന്നത് അല്ലെ. ടു പ്രിസർവ് ദെയർ നോളജ്, അവരുടെ അറിവിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, ഒരു പുതിയ പ്ലാൻ തയ്യാറാക്കി. അപ്പൊ നമ്മൾ ഇതിലേക്ക് നോക്കുമ്പോൾ തയ്യാറാക്കുന്നതിന് ഏതാ വരിക, ഒരു പുതിയ പ്ലാൻ ഒക്കെ ഡെവലപ്പ് ചെയ്തതിന് നമ്മൾ പറഞ്ഞത് വർക്കൗട്ട് എന്നല്ലേ. അപ്പൊ മൂന്നാമത്തെ ആൻസർ വർക്കൗട്ട് അല്ലെ. ഇനി അടുത്ത എന്താണ്, ദിസ് ഇനീഷ്യേറ്റീവ്, അവരുടെ ഈ ഒരു ഇനീഷ്യേറ്റീവ് ഹാസ് ഡാഷ് ടു ബി ഗ്രേറ്റ് സക്സസ്, വലിയൊരു വിജയമായിട്ട് എന്ത് ചെയ്തു, മാറി എന്നുള്ളതിന് നമ്മൾ ഏതാ പറയാ, ടേൺ ഔട്ട് അല്ലെ. ദെൻ എന്താണ്, റീജനറേറ്റിംഗ് 180 സ്പീഷീസ് ഓഫ് ട്യൂബേഴ്സ് അല്ലെ. അവർ ഏകദേശം 180ഓളം ഇനങ്ങൾ അവർ ഡെവലപ്പ് ചെയ്തെടുത്തു എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ അത് പ്രൂവ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അത് എന്ത് ചെയ്തു, അവർക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ടേൺ ഔട്ട്. ഓക്കെ, അല്ലെ. ഇനി ഇതാ നിങ്ങൾക്ക് ഇവിടെ കുറെ ഫ്രേസൽ വെർബുകളുടെ ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന്റെ ആൻസറുകൾ താഴ്ത്തുന്നുണ്ട്. ആൻസർ കണ്ടെത്തുന്നതിന് മുന്നേ മക്കൾ തന്നെ സ്വന്തമായിട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഈ വർക്കുകളൊക്കെ മക്കൾ കണ്ടെത്തുക. ഇത് നമ്മുടെ ഈ ഒരു ഓക്സ്ഫോർഡ് അക്കാദമി കേരള എന്ന വെബ്സൈറ്റിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഈ PDF കിട്ടും. ആ PDF നോക്കിയിട്ട് മക്കൾ പഠിക്കുക. പരീക്ഷയുടെ മുന്നേ തന്നെ എല്ലാം പഠിച്ചു തീർക്കണം കേട്ടോ. പിന്നെ മക്കൾ ഇവിടെ നോക്കുക, ഈ PDFന്റെ ലാസ്റ്റിൽ മക്കൾക്ക് പ്രധാനപ്പെട്ട ഫ്രേസൽ വെർബുകൾ, അതിന്റെ ഇംഗ്ലീഷ് മീനിങ്ങും മലയാളം മീനിങ്ങും ഉണ്ട്. ഇതിനുള്ളതേ മക്കൾക്ക് വരാൻ കൂടുതലും ചാൻസ് ഉള്ളൂ. ഇപ്പം ബ്രിങ് അപ്പ് എന്നുള്ള ലുക്ക് ആഫ്റ്റർ, വളർത്തുക അല്ലെങ്കിൽ ഒരു കാര്യം അവതരിപ്പിക്കുക. അതേപോലെ ബിൽഡപ്പ് എന്നുള്ളതിന് കെട്ടിപ്പടുക്കുക. അങ്ങനെ ഓരോന്നിന്റെ അർത്ഥമുണ്ട്. കൃത്യമായിട്ട് നമുക്ക് വരുന്ന കുറേ അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് ചോദ്യം വരാൻ ചാൻസ് ഉള്ളൂ. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഗെറ്റ് ലോങ് ഒത്തുപോകുക, അതേപോലെ ഗെറ്റ് ഓവർ അതിജീവിക്കുക, അങ്ങനെ എല്ലാം ഉണ്ട്. ഏകദേശം 40ഓളം ഫ്രേസൽ വെർബുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒത്തിരി കഷ്ടപ്പെട്ടുണ്ടാക്കണതാണ്. അപ്പൊ അതുകൊണ്ട് മക്കൾ പഠിക്കുക. എല്ലാ മക്കൾക്കും ഫ്രേസൽ വെർബിന്റെ ആ ഒരു 4 മാർക്ക് മിസ്സാവില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.